നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം അർഹിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഫിനാൻഷ്യൽ ഡ്രോപ്പ് ഉള്ള ഒരു സമയമാണ്. മേ ബി അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഓൾറെഡി ആ വ്യക്തി ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിൽ അവർ ഒരുപാട് ഫെയിലിയർ ആയി പോയിട്ടുണ്ടാവാം. അങ്ങനെ സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടുണ്ടാവാം. അതിൽ ആ വ്യക്തി ഒരുപാട് ഡിസപ്പോയിൻറ്റഡ് ആണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെയും ആ ഒരു കാര്യം ബാധിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളായിട്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്ത് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ പേഴ്സൺ ഇത്രയധികം വിഷമഘട്ടത്തിലായിട്ട് പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ വ്യക്തിയുടെ ലൈഫിൽ ആകെയുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ആ വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഈ ഒരു സ്ഥിതിയിലോട്ട് മാറിപ്പോയത്. ആൻഡ് യെസ്, നിങ്ങൾക്ക് തന്നെ പലതവണ തോന്നിയിട്ടുണ്ടാകാം ഈ വ്യക്തിക്ക് നിങ്ങളോട് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം പോലും തിരികെ ഈ വ്യക്തി തരുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് വളരെ കുറവാണ്. പക്ഷെ ഈ പേഴ്സൺ ഇപ്പോഴും ഇത്രയധികം ഒരു കെട്ടി മൂടപ്പെട്ട സ്ഥിതിയിലാണ്, ഒരു മുറിയിൽ അകപ്പെട്ട പോലെയുള്ള സ്ഥിതിയിലായിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ ആ ഒരു പ്രണയത്തിന് വേണ്ടി ആ വ്യക്തി ഒരുപാട് സങ്കടപ്പെട്ട് തന്നെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് വിഷമിക്കുന്നുണ്ടാവാം. പക്ഷെ ഈ ഒരു സമയത്ത് പോലും ആ വ്യക്തി നിങ്ങളെയാണ് ലൈഫിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. യെസ്, തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ബാഡ് സിറ്റുവേഷൻസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഒത്തിരി പേര് ആ വ്യക്തിയുടെ ലൈഫിലേക്ക്, അതായത് ഒരാളുടെ ദേഹത്തേക്ക് ചെളി വാരി എറിയുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കണ്ണുകൾ മൂടിക്കെട്ടി അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി, അത്തരം ഒരു സിറ്റുവേഷൻ ആകാം. ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് പോലെ ഒക്കെ ആകാം. അത്തരമൊരു ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നു. യെസ്, വീണ്ടും ആ വ്യക്തി ഇതെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു കാർഡും ഇതുമായിട്ട് വളരെയധികം കമ്പാരിസൺ ചെയ്ത് പറയാൻ കഴിയുന്നു. ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഫിനാൻഷ്യൽ ഡ്രോപ്പ് ആ വ്യക്തി അത് മറന്നിട്ട് നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ ആണ്, അല്ലെങ്കിൽ ഒരു റീബർത്ത് ആണ് ഇപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ഒരിക്കലും ഒരു തരത്തിലും ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടരുതേ എന്നാണ് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഈ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട്, ആ പ്രണയം വീണ്ടും വേര് ഓടി മുളച്ച് പുതിയ രീതിയിൽ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് ആ വ്യക്തി നിങ്ങളുടെ പ്രണയം അർഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, യെസ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. ഒരു മിറാക്കുലസ് ആയിട്ടുള്ളൊരു ചേഞ്ച്, അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്ന് കാണുന്നുണ്ട്. ഒരു ഇൻഫിനിറ്റ് സിമ്പിൾ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയം അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും. അതൊരിക്കലും എൻഡ് ആവുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലാവുന്നു, വീണ്ടും യൂണിയൻ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത് പലർക്കും. എല്ലാവരുടെയും റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മിറാക്കുലസ് ആയിട്ടുള്ള, മാജിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് എപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ആൻഡ് ദെൻ പേജ് ഓഫ് സോർഡ്സ്. യെസ്, അവർക്ക് ഒത്തിരി ഐഡിയാസ് ഇപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? ലൈഫിൽ ഒരുപാട് അവരെന്താണ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഒരു നൂൽപ്പാലത്തിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ആ ഒരു അഗാധമായിട്ടുള്ള കുഴികൾക്ക് മുകളിലൂടെ ആ വ്യക്തി ഇങ്ങനെ ഒരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുകയാണ്. പക്ഷെ എങ്കിലും നിങ്ങളുമായിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ടുള്ള ഐഡിയാസ് ആണ് ആ വ്യക്തി എപ്പോഴും
ഓർക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാവാം. ആ വ്യക്തി ചിലപ്പോൾ അവരുടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ എക്സാംസ് നടക്കുന്നുണ്ടാവാം. ആ ആ ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ടുള്ള ചിന്തകളാണ് ആ വ്യക്തിക്ക് എപ്പോഴും ഉള്ളതെന്ന് കാണുന്നു. ആൻഡ് ഫൈനലി ദ ടെൻ ഓഫ് കപ്സ്. യെസ്, ഈ ഒരു കാർഡിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നു, തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം അർഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് പിന്നീട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ജെനുവിനായിട്ട് തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങളുടെ സ്നേഹത്തിന് ഈ വ്യക്തി ഒരുപാട് അർഹതയുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ ഒരുപാട് ബേർഡൻ ഉണ്ട്. ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഭാരങ്ങളുണ്ട്. ഈ ഒരു വ്യക്തി ഇത്രയധികം കഷ്ടപ്പെടുന്നുണ്ട്. ആ വ്യക്തിയുടെ ചുമലിൽ വളരെയധികം ഭാരമാണ്, വളരെയധികം ഉത്തരവാദിത്തമായിരിക്കാം. ആ വ്യക്തി ഒരുപാട് തളർന്നിരിക്കുകയാണ്, തകർന്നിരിക്കുകയാണ് ആ വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ട്. ആ വ്യക്തിയെ മറ്റൊരു വ്യക്തി വഴിയാവാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് ആവാം. ആ വ്യക്തിയെ ഒരുപാട് തളർത്തിയിരിക്കുകയാണ്. ലൈഫ് സിറ്റുവേഷൻസ് ഈ ഒരു സമയത്ത് ആ വ്യക്തിയെ ഒരുപാട് തളർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ എല്ലാം ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും മാറിപ്പോകണമെന്നും ആ സിറ്റുവേഷൻസിൽ നിന്നെല്ലാം ട്രാവൽ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തണമെന്നും ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്പർ 8 ആൻഡ് 6 ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, ട്വിൻ ഫ്ലെയിം ഈസ് നോട്ട് റെഡി. മേ ബി നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം, നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനിലായിരിക്കാം. ഇപ്പോൾ ആ വ്യക്തി റെഡി അല്ല. ഇപ്പോൾ ആ വ്യക്തിക്ക് ഒത്തിരി ലൈഫ് സിറ്റുവേഷൻസിൽ ഒരുപാട് എന്താണ് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തിക്ക് ഒത്തിരി ടൈം നിങ്ങൾ കൊടുക്കുക ആൻഡ് സെൽഫ് ലവ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്യാതിരിക്കുക. മറ്റൊന്നുമല്ല ഇത് വ്യക്തമാക്കുന്നത്. നിങ്ങൾ വീണ്ടും വീണ്ടും ഈ വ്യക്തിയെ ചേസ് ചെയ്യാതിരിക്കുക. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് ആ വ്യക്തിയുടെ ഇനിഷ്യേറ്റീവ്സ് എടുക്കാനായിട്ട് പോകണ്ട. നിങ്ങൾ ചേസ് ചെയ്യാതിരിക്കുക. ഒരു പ്രോപ്പർ ടൈം വരുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. നിങ്ങളുടെ സ്നേഹത്തിന് ആ വ്യക്തി അർഹനാണ് അല്ലെങ്കിൽ അർഹയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ദ ഫൈനൽ കാർഡ് ഈസ് യെസ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്, ഡിവൈൻ ടൈമിങ്. ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ എത്തും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഓക്കെ.